ഫ്രഷ് വാട്ടർ ഈൽ മലാവി സിക്ലഡ് മറ്റേ പാലക്കാട് നമ്മൾ ഞാൻ കാണിച്ചു തന്നില്ലേ, ആഫ്രിക്കൻ സിക്ലഡ് എന്നും പറയും. അതെന്തിനറിയോ? അതാണോ അടികൂടുന്നുണ്ടോ? ഇവന്റെ ടെറിട്ടറിയിൽ അവൻ വന്നു കഴിഞ്ഞാൽ അടികൂടും. ആ ടെറിട്ടറി ഫിഷാണ്. നമ്മുടെ ജുവലിനെ പോലെ ജുവലിന്റെ സിക്ലഡിന്റെ വലുതാ. അത് കണ്ടോ അടികൂടുന്നുണ്ടോ? ഈ സൈഡിലെ ടെറിട്ടറിയിൽ മറ്റേ മീൻ വന്ന് അടികൂടും. കുടുംബശ്രീ തർക്കമില്ലേ? RTG അരോണ ആൽബൈനോ റെയിൻബോ ഷാർക്ക്, മിസ് കേരള ഫിഷ്, റെഡ് ക്യാപ്പ് ഗോൾഡ് ഫിഷ്, ബാർബ്സ്. These are barbs. Color widows or tetras. Oh, albino. Yeah. Man. മലയാളത്തിലെ കരിമീൻ പേൾ സ്പോട്ട്. ഓ മൈ ഗാഡ്. അപ്പോൾ ഗൈസ് ഞാനൊരു റെഡ് ടൈൽ കരിഫിഷിനെ കണ്ടെത്തി. ഇത് മരിക്കാറായതാണ്. ഇത് നമ്മുടെ ഇവിടെ ഒരു അക്വേറിയത്തിലാണ്. കണ്ടില്ലേ എൻ്റെ പാലിൻ്റെ കളറൊക്കെ മങ്ങിയത്. മരിക്കും. അപ്പോൾ എന്നെ രക്ഷിക്കാൻ പറ്റിയ രക്ഷിച്ചു, ഇല്ലെങ്കിൽ മരിക്കും. എൻ്റെ കണ്ണൊക്കെ നല്ല രീതിക്ക് കളർ കുറഞ്ഞു തുടങ്ങി. അപ്പം ശരി. മിക്സഡ് സോട്ടേൽ ടെട്രാസ്, ജീബ്രഡൈനിയോസ്, സിൽവർ അരവാണ. ഇതെന്തൊക്കെയോ പൊടികൾ അതിൽ കിടന്ന് കിടന്നിട്ട് വാട്ടർ ക്ലാരിറ്റി പോരാ. ഓക്കെ, തിലാപ്പിയ. These are tilapias guys, tilapias. റെഡ് ബെല്ലി പാക്കൂസ്. ഓക്കെ ഗൈസ്, നമ്മളിത് റെഡ് ബെല്ലി പാക്കാണ്. നമ്മൾ ഒരെണ്ണത്തിനെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ വാങ്ങിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അലിഗേറ്റർ ഗാർ ഗൈസ്. ഏഞ്ചൽ ഫിഷ്, മാർബിൾ ഐ തിങ്ക്. ഓസ്കാർസ്. Okay, these are making nest. Okay, these are marble angels too. Silver dollars. I think this is pinaras. Okay guys, this is Chenna Maru yellow I think, but not colorful. Koi carp, white shark and a black albino I think. Moray eel, angel fishes, panda mollies. ഇത് നമ്മുടെ കയ്യിലുണ്ട് ഗൈസ്. ഇത് ഏതാ മീനെന്ന് അറിഞ്ഞൂടാ, തല കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓസ്ട്രേലിയൻ റെയിൻബോസ്, നിയോ ടെട്രാസ്, ഡിസ്കസ്, മഡ് ക്രാബ്. അപ്പോൾ ഗൈസ് നാളെ അട്ടപ്പാടി പോകുമ്പോൾ ഇതുപോലത്തെ മീനുകളാണ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പം അത് എടുക്കുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് ഇതൊരു സോൾട്ട് വാട്ടർ അക്വേറിയമാണ്. കണ്ടില്ലേ, ഇവിടെ ഒരു ക്ലൗൺ ഫിഷ് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് ഇവിടെ ഉണ്ട്. അപ്പം അടുത്തരും സോൾട്ട് വാട്ടർ ലോബ്സ്റ്ററാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിലുള്ള ജുവലും ഇവിടെ ഒരുപാട് ടാങ്ക് ഉണ്ട് ഗൈസ്. എല്ലാം കാണിക്കാനാണെങ്കിൽ ടൈമുണ്ട്. കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ ഡോർഫ് ഗ്രീനുണ്ട്. അപ്പോൾ ഗൈസ് കോർപ്പാണ്. എനിക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ്. അരാപ്പായ്മയിലുണ്ടെങ്കിൽ പെട്ട്. അപ്പോൾ അതാ ഇവിടെ ഒരുപാട് കാർപ്സ് ഉണ്ട്. കണ്ടില്ല, അവിടേക്ക് തിലോപ്പിയ, നല്ല ഷാർക്കുകൾ ഒരുപാടുണ്ട്. ഇവിടെ ഒരുപാട് കാർപ്പുണ്ട്. എത്ര എണ്ണ തിലോപ്പിയ ഉണ്ട് ഗൈസ്. സ്റ്റാർ ഫിഷ് താണ്ടിരിക്കുന്നു. വേറെ വലുതായിട്ട് ഒരു മീനെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ഗൈസ് ഇവിടെ നിറയെ ഇതുണ്ട്, ഗോൾഡൻ എല്ലാം ഉണ്ട്. ഒരുപാട് കാർപ്പുണ്ട്, തിലോപ്പിയ ഉണ്ട്, ഷാർക്കുണ്ട്. ഒറ്റ അരാപ്പൈമീനുണ്ട്. ഇവിടെ അരാപ്പൈമീൻ ഇട്ടിരുന്നെങ്കിൽ സെറ്റായിരുന്നു. ഇവിടെ അരാപ്പൈമീനില്ല, അതാണ് ഇത്. അപ്പം ഇതും ബാർബിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഗൈസ്. സക്കർ ഫിഷൊക്കെ ഉണ്ട്, പ്ലെക്കോ എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഈ ഒരു ബാർബാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ബാർബ്, ഒരുപാട് ബാർബ്സ് ഉണ്ട്. അപ്പം ഗൈസ് ഇവിടെ വലിയൊരു കുളമാണ്. അപ്പം ഇതിൽ മീനൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നല്ല രീതിക്ക് ഡാർക്കാണൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, നമ്മളിതാ വീണ്ടും ഒരു ഇതിൻ്റെ അകത്തോട്ട് കയറാൻ. നൗ വി ആർ എൻ്ററിങ്. ഓക്കെ, ഉണ്ടല്ലേ ആഫ്രിക്കൻ മുഷി നമ്മളെ ആണെന്നാണ് തോന്നുന്നു. ഇത് ഒരു ടൈപ്പ് മുഷിയാണ്, എനിക്കറിയത്തില്ല ഗൈസ്. നമ്മളെ നോർമൽ വരാലിരിക്കുന്ന ഗൈസ്. ഒരു കുറച്ച് ഫ്രൈ അടിക്കായിരുന്നു. അപ്പോൾ ഗൈസ് ഇതിലൊരു മീനുണ്ട്.
ഇതിലൊരു മീനുണ്ട്, നിങ്ങൾക്ക് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതായിരിക്കുന്നു, കണ്ടില്ലേ, ഭയങ്കര ഹാർഡാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഗൈസ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വളർത്തുന്ന ആൽബിൻ ഓസ്കാർ. അപ്പോൾ ഗൈസ് ഇതിലുണ്ട് മീൻ, ഇതായിരിക്കുന്നു. ഒരെണ്ണത്തിൻ്റെ വാലിവിടെ കാണാം. ഗൈസ് അടുത്ത മീൻ ഇതാ വന്നു ഇവിടെ വെക്കുക. ഗൈസ് ഇത് പ്ലാറ്റിനം വരാലാണെന്ന് തോന്നുന്നു. ഇത് പ്ലാറ്റിനം വരാലാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. പരാല് പോലെ ഉണ്ട്, പക്ഷേ അനാബസിൻ്റെ ബോഡിയും അറിയത്തില്ല. ഇപ്പം ഇതാണ് മീൻ. അങ്ങനെ കൊണ്ടുപോകും. നീ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ടാർഗറ്റ് ചെയ്ത് ഇതാണ് അതാണ് നമ്മുടെ ഏതൊരു വലിയ പേരുള്ള മീനാണ്. നോർമൽ സബ്ജക്റ്റ് എപ്പോഴും പൈസ നമ്മൾ നോർമൽ വരാൽ ചെന്ന സ്ട്രൈറ്റ് എന്നൊക്കെ പറയാനാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. ബായ്.